വെൽക്കം ടു ജാസി കുസീൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ചും ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ് ചിക്കൻ വെച്ച് ചെയ്യുന്ന വട. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വട എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചിക്കൻ വട ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്ക്വയർ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ചതച്ചെടുത്ത ചിക്കൻ എല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളിയും 6 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത കൂട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടലപ്പരിപ്പാണ്. ഇതൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുത്താണ്. ഇതും ഒന്ന് ചതച്ച് ചിക്കൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 2 സവാളയും 1 മുട്ടയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. അത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വടയുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇതേപോലെ ചെറിയ ബോൾസാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പരിപ്പുവടയുടെ ഷേപ്പിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉഴുന്നുവടയുടെ ഷേപ്പിലോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ സൈസിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാവുമ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്തിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. വട ചെയ്യാനുള്ള ചിക്കൻ കൂട്ടൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെറിയ ഉഴുന്നുവടയുടെ ഷേപ്പിലും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വട ചെയ്യുന്ന പോലെ തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂട് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ ഇഫ്താർ നോയമ്പെടുക്കുന്നവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് ചെയ്ത വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ. Thank you.